പ്ലാസ്മ മെംബ്രെയിൻ ഒരു സെല്ലിലെ കമ്പോണൻസിനെ എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു വയ്ക്കുകയും അതുപോലെ തന്നെ സെല്ലിന് ഷേപ്പും പ്രൊട്ടക്ഷനും സെമി പെർമിയബിൾ ബാരിയറുമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. യൂകാരിയോട്ടിക് സെൽസിലും പ്രൊകാരിയോട്ടിക് സെൽസിലും പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. എന്നാൽ മമേലിയൻ സെൽസിലെ പ്ലാസ്മ മെംബ്രെയിനിൽ ഉള്ളതും പക്ഷേ പ്ലാന്റ് സെൽസിലും മോസ്റ്റ് പ്രൊകാരിയോട്ടിക് സെൽസിലും ആബ്സെന്റ് ആയതുമായ കമ്പോണന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കൊളസ്ട്രോൾ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോസ്ഫോഗ്ലിസറൈഡ്സ് ആണ്. ഫോസ്ഫോഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ആണ്. ഫോസ്ഫോലിപ്പിഡ് പ്ലാസ്മ മെംബ്രെയിന്റെ ഒരു മെയിൻ കമ്പോണന്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എർഗോസ്റ്റിറോൾ ആണ്. എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്റ്റിറോൾ ആണ്. ഫംഗിയിലും പ്രോട്ടോസോവയിലൊക്കെ കാണുന്ന സ്റ്റിറോൾസ് ആണ് എർഗോസ്റ്റിറോൾ. മൂന്നാമത്തെ ഓപ്ഷൻ കൊളൈൻ ആണ്. കൊളൈൻ എന്ന് പറയുന്നത് ഫോസ്ഫോഗ്ലിസറൈഡിന്റെ ഒരു കമ്പോണന്റ് ആണ്. ഹെഡ് ഗ്രൂപ്പ് ആയിട്ട് വരുന്ന കമ്പോണന്റ് ആണ് കൊളൈൻ. നാലാമത്തെ ഓപ്ഷൻ ആണ് കൊളസ്ട്രോൾ. അതാണ് ശരിയായ ഉത്തരം. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അനിമൽ സ്റ്റിറോൾസ് ആണ്. പ്ലാന്റ് സ്റ്റിറോൾസ് ആണ്. ഫൈറ്റോസ്റ്റിറോൾ എന്ന് പറയുന്നത്